ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ എക്സ് ആർമി സുരേഷ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോഴികളെ എങ്ങനെ പരിപാലിക്കാം, കോഴികൾക്ക് ആഹാരം ഏതൊക്കെ കൊടുക്കാം, എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നും മറ്റുമാണ്. ആ വീഡിയോ കൂടി നല്ല വിശദമായിട്ടെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ കോഴി വളർത്തുന്ന പറയുമ്പോൾ നാട്ടുകാർ പറയും, എന്തിനാണ് കോഴിത്തീറ്റയൊക്കെ വാങ്ങിച്ച് പൈസ കളയുന്നത്, വല്ല അരിയും ഗോതമ്പും വാങ്ങിച്ചിട്ട് കൊടുത്തുക പോരെയെന്ന്. അരിയും ഗോതമ്പൊക്കെ വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കോഴി അരിയും തിന്നും ഗോതമ്പും തിന്നും, പക്ഷേ നിങ്ങൾക്ക് മുട്ട കിട്ടത്തില്ല. അതിൻ്റെ രക്തചുരുക്കം ഇതാണ്, നമ്മൾ അടച്ചിട്ട് വളർത്തുന്ന കോഴിയാണ്. അപ്പോൾ പോഷക മൂല്യങ്ങൾ അടങ്ങിയ ആഹാരം തന്നെ കൊടുക്കണം. മുട്ടയിടുന്ന കോഴിക്ക് ലെയർ മാഷ്, നമ്മളെ കേരളത്തിൽ കൊടുക്കുന്ന ലെയർ മാഷ് തമിഴ്നാട്ടിലൊക്കെ മല്ലറ്റ് കൊടുക്കും. അപ്പോൾ കോഴി മുട്ട ഇടുന്ന കുഞ്ഞാണ് എങ്കിൽ നമ്മൾ ഗ്രോവർ കൊടുക്കും. അതിനൊക്കെ ഓരോരോ ആഹാരങ്ങൾ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. അതൊന്ന് വ്യതിചലിച്ച് നിങ്ങൾ വേറെ ആഹാരങ്ങൾ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴിമുട്ട കിട്ടത്തില്ല. ഈ പറഞ്ഞ ആഹാരങ്ങൾ, അതായത് ഒരു ദിവസം 100-110 ഗ്രാം ഓരോ കോഴിക്കും ലെയർ മാഷ് ആയിരുന്നാലും ശരി, ചെറിയ കോഴിക്ക് ഗ്രോവർ ആയിരുന്നാലും ശരി, ഇത് കിട്ടണം. ഇത് കിട്ടിയെങ്കിൽ മാത്രമേ കോഴി ശരിയായ രീതിയിൽ നമ്മൾ വളർച്ചയും മുട്ടയും നമുക്ക് കൃത്യമായിട്ട് തരികയുള്ളൂ. അതിന് സമയങ്ങളുണ്ട്, എല്ലാം ഞാൻ വീഡിയോ കൂടി വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വരും. ഞാൻ അവിടെ വാഴത്തടയാണ് അരിയുന്നത്. അപ്പൊ ഈ വാഴത്തടയിൽ തന്നെ നാരുകളുണ്ട്, അതായത് ഫൈബർ അടങ്ങിയതാണ്. അപ്പോൾ വിഷാംശങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ വലിച്ചെടുക്കും. കോഴിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ ഇത് രണ്ടുപേരും നമ്മൾ ലെയർ മാഷ് കൊടുത്ത ശേഷം ഇപ്പൊ 12 മണിക്കാണ് ഞാൻ ഇവിടെ രണ്ടാമത്തെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് അരിഞ്ഞ് എല്ലാം റെഡി ആയാലും ഒരു 3 മണിയാവും. 3 മണിക്ക് ഇതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം കൊത്തി തിന്നും. ബാക്കി പിന്നെ അതിന് വിശപ്പുള്ളപ്പോൾ രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് ഇട്ടതിന്റെ ബാക്കി പൊടികളെല്ലാം ചെന്ന് തീരും. അപ്പൊ നിങ്ങൾ ഇതില് ചക്കമണ്ടൽ കൊടുക്കാം. ചക്കമണ്ടലാണെങ്കിൽ അതിന്റെ കരി മണ്ടൽ, അതായത് മുള്ളുള്ള ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് ബാക്കി ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്ത കോഴി തിന്നും. പിന്നെ വാഴത്തട, ഇളം വാഴയില ഉണ്ടല്ലോ, മുറ്റയല്ല, ഇളം വാഴയില കൊടുക്കാം. അത് എല്ലാം അരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മളെ വീട്ടിൽ വാങ്ങിക്കുന്ന മലക്കറിയുടെ വേസ്റ്റുകളെല്ലാം കൂടെ അരിഞ്ഞ്, തൊലിയെല്ലാം കൂടെ അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കോഴി തിന്നും. പിന്നെ പുല്ല്, താറാവ് എന്ന് പറയുന്ന ഒരു തരം പുല്ലുണ്ട്, അത് കഴിക്കും. അത് കൂടാതെ നല്ല അതായത് വളരെ മുറ്റാത്ത പുല്ലുകളെല്ലാം കോഴിക്ക് അരിഞ്ഞു കൊടുത്താൽ അത് കോഴി തിന്നും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക, കൃത്യമായി മുട്ട കിട്ടുന്നതാണ് കേട്ടോ. ഞാനിവിടെ ലെയർ മാഷ് രാവിലെ 6 മണിക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് രണ്ടാമത് ഒരു 12 മണിയാകുമ്പോൾ ഇടും. അപ്പോൾ ഇത് കഴിഞ്ഞതിൻ്റെ പൊടി ഉണ്ടല്ലോ, ഇത് ഇവർ തിന്നോളും. ഈ പൊടി ഇവർ തിന്നോളും. ഇവരിത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് അവർ കംപ്ലീറ്റ് ഇത് തിന്ന് തീർക്കും. അതിനുശേഷം രാവിലെ ഞാൻ ആദ്യം ഇതിനെ ക്ലീൻ ചെയ്യും കേട്ടോ. ഈ പൊടി ലെയർ മാഷ് കൊടുത്ത് ഞാൻ രാവിലെ 6 മണിക്ക് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു 12-1 മണിക്കകത്ത് ഇട്ട് കൊടുക്കും. എന്നിട്ടുള്ള പൊടിയാണ് കണ്ടോ. ലെയർ മാഷ് വാങ്ങിക്കുമ്പോൾ പകുതി നമുക്ക് പൊടിയാണ് കിട്ടുന്നത്. ഈ പൊടി
രണ്ടാമത് ഇനി ഇട്ട് കൊടുക്കില്ല. അപ്പോൾ ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്. ഇതേപോലെ തിന്ന് തീർത്തോളും. നാളെ രാവിലെ വരെ വയ്ക്കും. ബാക്കി അപ്പോൾ ഈ പൊടി കഴിഞ്ഞ് നാളെ രാവിലെ ഞാൻ വരുമ്പം ഈ രണ്ട് വശത്ത് ഇപ്പുറത്തെ വശമാണ് അഴിച്ച അപ്പുറത്തെ വശത്തോട്ട് ഈ രണ്ട് വശത്തതും രാവിലെ ഞാൻ വന്നിട്ട് ഇതിനെ ക്ലീൻ ചെയ്ത് മാറ്റിയതിന് ശേഷം അടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഇനി ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്ന വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ വാഴത്തട ഞാൻ അരിഞ്ഞത്, വാഴത്തട അരിയുന്നത് കൊടുക്കാം. ചില കോഴികളൊന്നും ഈ പപ്പയില തിന്നത്തില്ല. പിന്നെ ഒരു താറാപ്പുല്ലുണ്ട്, അത് തിന്നും. പിന്നെ ഇതാ ഇവിടെ കാണിച്ചു തരാം. ഇതാ ഈ പുല്ലൊക്കെ വരുന്നില്ല തിന്നണ്ടി കണ്ടോ, കൊത്തി തിന്നുന്നുണ്ടോ. അപ്പോൾ ഇത് ഈ കണക്കിനുള്ള പുല്ല് അവർ കൊത്തി തിന്നും കണ്ടല്ലോ. പിടിയും വലിയാണ്. ഇതാ ഒക്കെ ഒരു കൊത്തി തിന്നും. പിന്നെ കഴിഞ്ഞ് വാഴത്തടയിട്ട് കൊടുക്കാം. നല്ല കൊത്തി തിന്നും. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കോഴിക്ക് എല്ലാ ജന്തുവായിരുന്ന ഏത് മൃഗമായിരുന്നാലും ജന്തുക്കളായിരുന്നാലും അതിനെല്ലാം ഭയങ്കര പേടിയുള്ള ഇതാണ്. ആനയായിരുന്നാലും ഭയങ്കര പേടിയാണ്. അപ്പോൾ ആ പേടി കൊണ്ടാണ് ആൾക്കാരതിനെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് പട്ടിയായിരുന്നാലും പേടിയുണ്ട്. സ്നേഹത്തോടെ വിളിച്ചു കഴിഞ്ഞാൽ വരും. ദേഷ്യപ്പെട്ടാൽ അത് നമ്മൾ പ്രത്യാക്രമണം ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ കോഴിയായിരുന്നാലും ഭയങ്കര പേടിയുള്ള ഒരു ജീവിയാണ്. അപ്പോൾ കോഴിക്ക് ആഹാരം കൊടുക്കാൻ ഒരാൾ ഇവിടെ ഞാൻ മാത്രമാണ്. പിന്നെ കൃത്യത പാലിക്കണം. ലെയർ മാഷ്, അതായത് മുട്ടയിടുന്ന കോഴിയാണ് ലെയർ മാഷായി കൊടുക്കാവും. കുഞ്ഞുങ്ങൾക്ക് ഗ്രോവർ ഇതെല്ലാം. അപ്പം നമ്മൾ പല ആൾക്കാർ പറയുന്നത് കേട്ടും കൊണ്ട് പലതും നിങ്ങൾ കൊടുക്കാൻ പോകരുത്. നിങ്ങൾക്ക് മുട്ട കിട്ടത്തില്ല. നമ്പർ 1, രാവിലെ ഒരു സമയം വയ്ക്കുക. 6 മണിയാകുമ്പോൾ എല്ലാ സ്ഥലവും നേരം വെളുക്കുമല്ലോ. 6 മണിക്ക് രാവിലെ കൂട് വൃത്തിയാക്കി ശേഷം രാവിലെ 6 മണിക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലെയർ മാഷ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് തിന്നതിന് ശേഷം വേറെ എന്തെങ്കിലും പുല്ലോ വാഴത്തടയോ എന്തെങ്കിലും കൊടുക്കാമെങ്കിൽ അത് കൊടുക്കാം. ഇത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലെയർ മാഷ് കുറയ്ക്കണം. കോഴിയുടെ തീറ്റ കൃത്യമായിട്ട് ഒരു ദിവസം 100-110 ഗ്രാം 100-110 ഗ്രാം അത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ മുട്ടയിടുള്ളൂ. എനിക്ക് ഇവിടെ 18 കോഴിയുണ്ട്. പിടക്കോഴി 18, ഒരു ചാവൽ. അപ്പോൾ എനിക്ക് 16, 17, 15 കുറഞ്ഞ് ഇതുവരെ മുട്ട കിട്ടിയിട്ടില്ല. അപ്പോൾ ശരാശരി നോക്കുകയാണെങ്കിൽ 16 മുട്ട 15 മുട്ട എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ലെയർ മാഷ് രാവിലെ കൊടുക്കുമ്പം ഒരു കോഴിക്ക് ഒരു 50 ഗ്രാം തൂക്കണ്ട. ഏതെങ്കിലും ഒരു കപ്പ വെച്ച് അറിയാമല്ലോ, 50 ഗ്രാം. അപ്പോൾ 50 ഗ്രാം വീതം എല്ലാ കോഴിക്കും വരത്തക്ക രീതിയിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഉച്ചയ്ക്ക് ഒരു 12-1 മണിയാകുമ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കുക. വൈകിട്ട് ഒന്നും ഇടേണ്ട കാര്യമില്ല. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ആണ് ഈ വാഴത്തടയോ വാഴ ഇലയോ പുല്ലോ എന്ത് വേണോ അരിഞ്ഞു കൊടുത്താൽ അത് തിന്നും. ഇപ്പോൾ ചക്കയുടെ സീസണാണ്. ചക്കയുടെ മുള്ളുള്ള ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ കോഴിയെടുത്ത് തിന്നും. മുള്ളു കൊടുക്കരുത് കേട്ടോ. ഇല്ലാത്ത മുള്ളിനെ വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി നിങ്ങൾ അതിൻ്റെ നമ്മൾ ആവശ്യമായിട്ടുള്ള ചക്കച്ചവണിയും ആവശ്യമായി നമ്മൾ ചക്ക എടുത്തതിന് ശേഷം ആ ചക്കച്ചവണി ചക്ക മടലെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്താൽ കോഴി തിന്നും. അപ്പം ഇതെല്ലാം കൊടുത്തെന്നും പറഞ്ഞ് നമ്മൾ ലെയർ മാഷ് കുറയ്ക്കരുത്. ലെയർ മാഷ് കറക്റ്റ് ഒരു കോഴിക്ക് 100 ഗ്രാം ഡെയിലി കിട്ടിയാലേ മുട്ട ഇടുകയുള്ളൂ.
അപ്പോൾ നിങ്ങൾ ലെയർ മാഷിന് ഓരോ ആൾക്കാർ പറയും അരി കോഴി തിന്നും. അതല്ല, അരി എന്തിട്ടാലും കോഴി തിന്നും. നമ്മൾ തുറന്നു വിടുന്ന കോഴിയാണെങ്കിൽ വെളിയിൽ പോയിട്ട് നമ്മൾ അരി ഇട്ട് കൊടുത്താലും അതിന് ആവശ്യമായിട്ടുള്ള കല്ല് മറ്റ് ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊത്തി തിന്നും. ഇതൊന്നുമില്ലല്ലോ, നമ്മൾ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ, നമ്മൾ അടച്ചിട്ട് വളർത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അരി ഇട്ട് കൊടുത്തെന്നും പറഞ്ഞ് പിറ്റേന്ന് മുട്ട ഇട്ടു എന്ന് വെച്ചാൽ മുട്ട കുറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞു വീഡിയോയിൽ. പിന്നെ നിങ്ങൾ കൂട് നല്ല വൃത്തിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. അധികം ഇപ്പം ഇവിടെ തന്നെ കാണിച്ചു തരാം. ഇത് ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തൊക്കെ ഇത് തിന്ന് തീർന്നു. അപ്പോൾ ലെയർ മാഷിൽ പകുതിയും ഇതുപോലെ പൊടിയാണ്, കണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ വാഴത്തട കൊടുത്തതേ ഉള്ളൂ, അതെല്ലാം തിന്ന് തീർത്തു. ടക്കന തിന്ന് തീർക്കും. വാഴത്തട പുല്ലൊക്കെ ഇട്ട് കൊടുത്താൽ ചുരുളെന്നും പറഞ്ഞ് തിന്ന് തീർക്കും. തിന്ന് തീർത്തിട്ട് ബാക്കിയുള്ള ഈ പൊടി നാളെ നേരം വെളുക്കുമ്പോഴത്തേക്കും ആവശ്യമുള്ളത് തിന്ന് തീർത്ത് കഴിയും. അതിനുശേഷം ഇതിനൊന്ന് വാരി ഈ ചാലിന് നമ്മളൊന്ന് വാരി ഒരു തുണി കൊണ്ടെല്ലാം നല്ല വൃത്തിയാക്കി ശേഷം പുതിയ ആഹാരം ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് മുട്ട കിട്ടും. മുട്ട കുറവൊന്നും വരത്തില്ല. അപ്പോൾ ഈ രീതിയിൽ ഒരാൾ മാത്രമേ കോഴിയുടെ അടുത്ത് വരാവൂ. കോഴി ഭയങ്കര പേടിയുള്ളതാണ്. വേറൊരാൾ വന്നിട്ട് കഴിഞ്ഞാൽ കോഴി കണ്ടിട്ടില്ല, കോഴി കിടന്ന് കൂവും, കൊക്കോ ഇതിപ്പം. അപ്പോൾ അതെന്താണ്, അതിന് പേടി കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കഴിവതും നമ്മൾ തന്നെ വന്ന്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. എപ്പോഴും പറയുന്നതിലേക്കും ഇപ്പോൾ രാജ്യമാകെ ഒരു വല്ലാത്തൊരു സ്റ്റേജിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഞാൻ എൻ്റെ 1-2 സുഹൃത്തുക്കൾ, അതായത് നമ്മളെ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു സംശയം ഉണ്ടായിരുന്നു. അവർ ചോദിച്ചു. അപ്പോൾ അതിന് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. സുരേഷ് അനാടൻ. ബായ്.